പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഡെയിലി വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നവരല്ലേ എല്ലാവരും. പക്ഷേ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു 5 പൊതി അല്ലെങ്കിൽ ഒരു 2 പൊതി നമ്മൾ മറ്റാർക്കെങ്കിലും വേണ്ടി ഒന്ന് മാറ്റി വെച്ചു നോക്കുക. അപ്പോൾ അതിൽ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അപ്പോൾ അമ്മയാണ് നമ്മൾ മെയിനായിട്ട് അപ്പോൾ ഓരോ ദിവസം ഞാൻ ഓർക്കും നമുക്കും കൂടെ ഒന്ന് അമ്മയുടെ കൂടെ കുക്ക് ചെയ്യാൻ കൂടിയിട്ട് അതിൽ നിന്നൊരു 2 പൊതി അല്ലെങ്കിൽ ഒരു 5 പൊതി ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നന്നായിരിക്കുമല്ലേ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്ന വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അമ്മ രാവിലെ കുറച്ച് പൊതിച്ചോറ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും കൂടെ ജോയിൻ ചെയ്തു കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് കുറച്ച് പൊതിച്ചോറും കാര്യങ്ങളും തോരനും അച്ചാറും മീൻ വറുത്തതും എല്ലാം കൂടെ കൂട്ടി ഒരു പൊതിയാക്കി ബസ് സ്റ്റാൻഡിലൊക്കെ വിശന്നൊക്കെ നടക്കുന്നവർക്ക് ഓരോ പൊതിയായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അമ്മയാണ് എന്നെ സഹായിക്കുന്നത്. അപ്പം നല്ല മീൻ വറുത്തതും തോരനും അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്തു വയ്ക്കാം. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തന്നെ നമ്മളൊരു 12 മണിയാകുമ്പോൾ ഇറങ്ങണം. അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്നുള്ള പണിയായിരുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കറികളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ മീൻ വറുത്തതും നല്ല അയില വറുത്തതും തോരനും പയർ തോരനും ചമ്മന്തിപ്പൊടിയും ഒക്കെ ആയിരുന്നു നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ അമ്മ തന്നെ എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് റെഡിയാക്കി തന്നു കേട്ടോ. നമ്മളെല്ലാ പൊതിയും പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് ഇനി അടുത്ത് കുറച്ച് രസം കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ രസത്തിൽ ചെറിയ ചെറിയ പാക്കറ്റ് നമുക്ക് പിന്നീട് കിട്ടിയത്. അപ്പോൾ ഞാൻ പോയത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഓരോ 5 പാക്കറ്റുമായിട്ട് റെഡിയാക്കി സെറ്റാക്കി നമ്മൾ വെളിയിലേക്ക് പോയി കൊടുത്ത് എല്ലാവരുടെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാനൊരു അപ്പച്ചനെ കണ്ടു. അപ്പച്ചൻ്റെ വീഡിയോ എനിക്ക് എടുക്കാം. ചോറ് കഴിച്ചോ? ചോറ് തരട്ടെ? സത്യം പറഞ്ഞ ആ അച്ഛൻ്റെ ഒരു അവസ്ഥ കണ്ട് എനിക്ക് തന്നെ സങ്കടം തോന്നി കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഈ അപ്പച്ചൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും കാണുവാണെങ്കിൽ അപ്പച്ചനെ തിരിച്ച് കൊണ്ടുപോയി സ്വീകരിക്കണം. എല്ലാവരും ഉപേക്ഷിച്ച് പോയെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ പുള്ളി ഇവിടെ നമ്മുടെ ആലപ്പുഴയിൽ നമ്മുടെ പാലം പണിയുന്നതിൻ്റെ അവിടെ താഴെയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഇത് കാണുവാണെങ്കിൽ പുള്ളിയുടെ മക്കളോ വന്ന് കൊണ്ടുപോകണമെന്ന് പുള്ളി ആഗ്രഹിക്കുന്നുണ്ട്, പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിവിടെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവർക്കൊരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാൻ ആരും തന്നെ കാണത്തുമില്ലായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ അപ്പച്ചനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ അപ്പച്ചനെ വന്ന് കൊണ്ടുപോകണമെന്ന് അപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്.